തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആശുപത്രി ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. മുടങ്ങിയ 6 ശസ്ത്രക്രിയകൾ ഇന്ന് നടത്തി. അമൃത് ഫാർമസി വഴി ഉപകരണങ്ങൾ എത്തിച്ചതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് പ്രശ്നപരിഹാരത്തിന് ഉചിതമായ തീരുമാനമെടുത്തത്. ജുഡീഷ്യറിയെയും ചില കാര്യങ്ങളിൽ സ്ഥാപിത താൽപര്യം ബാധിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അനധികൃതമായി ബാറുകൾ അനുവദിച്ചതിൽ താൻ നൽകിയ കേസ് 47 തവണ മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് KPCC മുൻ അധ്യക്ഷന്റെ വിമർശനം. ന്യായാധിപന്മാർ പലരും മാറിയിട്ടും കേസിൽ തീരുമാനമായില്ലെന്നും ഏറ്റവും ഒടുവിൽ പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചതായും VM സുധീരൻ പറഞ്ഞു. കോഴിക്കോട് നാദാപുരത്ത് 2 പേർക്ക് വെട്ടേറ്റു. ഊരും വീട്ടിൽ നാസർ, സലിം എന്നിവർക്കാണ് വെട്ടേറ്റത്. അയൽവാസി ചിറക്കിനി ബഷീറാണ് ഇവരെ ആക്രമിച്ചത്. വാട്സാപ്പ് സന്ദേശത്തെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ബഷീറിന്റെ വീട്ടിനകത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. നാസറിന്റെ വയറിനും സലീമിന്റെ കൈക്കുമാണ് വെട്ടേറ്റത്. വാട്സാപ്പിൽ നാസറിനും സലീമിനും എതിരെ ബഷീർ മോശം പരാമർശം നടത്തി. ഇത് ചോദിക്കാനെത്തിയതിനിടയിലാണ് ആക്രമണം നടന്നത്. പരുക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയം. മൈക്കിൾ ജാക്സന് ഒപ്പമാണ് വേടന്റെ പാട്ടും ഉൾപ്പെടുത്തിയത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് അസ് നൊപ്പം വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തി. കാലിക്കറ്റ് സർവകലാശാല BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. കലാപഠനം, സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടന്റെ പാട്ട് കടന്നുവരുന്നത്. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീയണക്കാനുള്ള ശ്രമം ഫലം കാണുന്നു. തീ കുറഞ്ഞു, കറുത്ത പുക ഉയരുന്നു. പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നു. 5 മണിക്ക് ശേഷമുള്ള പുതിയ ദൃശ്യങ്ങൾ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ചു. കാണാതായ 4 നാവികരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ കപ്പൽ 10 മുതൽ 15 ഡിഗ്രി വരെ ചരിഞ്ഞു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 2 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് തിരുവഴഞ്ചേരി സ്വദേശി മണക്കാട്ടുപടി അപ്പു, നാട്ടിക പോളി ജംഗ്ഷന് സ്വദേശി താറോട്ട് വീട്ടിലെ രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 8-ന് രാത്രി അഞ്ചങ്ങാടി സ്വദേശി ഊണുങ്ങല് വീട്ടിലെ ബൈജുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കെനിയയിലെ നെഹ്റൂറുവിലുണ്ടായ ബസ് അപകടത്തില് മരണമടഞ്ഞ മലയാളികളുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. നെയ്റോബിയിലെ ഇന്ത്യന് ഹൈക്കമ്മീഷന് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും 5 മലയാളികൾ മരണപ്പെട്ടതായാണ് വിവരം. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ച മണ്ണാർക്കാട് പോലീസിന് നഗരസഭയുടെ പിഴ. 5000 രൂപയാണ് പിഴ ചുമത്തിയത്. 15 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടിവരുമെന്ന് കാണിച്ച് സെക്രട്ടറി മണ്ണാർക്കാട് SHOയ്ക്ക് നോട്ടീസ് നൽകി. തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നുണ്ടെന്ന് നഗരസഭയ്ക്ക് പരാതി ലഭിച്ചത്. പാലക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസ 63യാണ് മരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുഴിയിൽ വീണായിരുന്നു അപകടം. നടന്നു പോകുകയായിരുന്ന 2 സ്ത്രീകളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കാറിൽ രക്ഷപ്പെട്ട യുവാവ് അറസ്റ്റിൽ. അവിവാഹിതരായ സ്ത്രീകളെ ബലമായി കെട്ടിപ്പിടിച്ച് ചുംബിച്ച് OIT രക്ഷപ്പെടുന്ന മദൻ എന്ന യുവാവാണ് പിടിയിലായത്. നഗരത്തിലെ വിവിധ പൂന്തോട്ടങ്ങൾ, ചെറിയ പാർക്കുകൾ, സ്ത്രീകൾ നടക്കാൻ പോകുന്ന പ്രധാന റോഡുകൾ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പീഡനം. ജൂൺ 6-ന് വൈകുന്നേരം 7 മണിയോടെ ബംഗളൂരു നോർത്തിലെ കോക്സ്റ്റൌണിലെ മിൽട്ടൺ പാർക്കിന് സമീപം നടന്ന സംഭവത്തിലാണ് അറസ്റ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വെസ്റ്റ് ഇൻഡീസ് താരം നിക്കോളാസ് പുരാൻ. 29ാം വയസ്സിലാണ് പുരാന്റെ അപ്രതീക്ഷിത വിരമിക്കൽ. 2016-ൽ വെസ്റ്റ് ഇൻഡീസ് കുപ്പായത്തിൽ അരങ്ങേറിയ പുരാൻ ടീമിനായി 61 ഏകദിനങ്ങളും 106 T20യിലും കളിച്ചു. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.